ഹലോ, വെൽക്കം ടു ഹാവസ്റ്റ് ഓൺലൈൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് JEE അഡ്വാൻസ്, ഈ കഴിഞ്ഞ JEE അഡ്വാൻസ് മാത്തമാറ്റിക്സ് പേപ്പർ 2021 ഡിസ്കസ് ചെയ്യാനാണ്. പേപ്പർ 1. ഈ പേപ്പറിനെ പറ്റി പറയാനുള്ളതാണെങ്കിൽ 19 ചോദ്യം ഉണ്ടായിരുന്നത്. അതിൽ പുതിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ സ്റ്റെം ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പാരഗ്രാഫ് പോലത്തെ ഒരു പാരഗ്രാഫ്, അതിൽ 2 ചോദ്യം, അങ്ങനെ 4 ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ ചില ചോദ്യം അതിൽ ഇക്കൊല്ലത്തെ കാച്ചിങ് പോയിൻ്റ് എന്താ വെച്ചാൽ 2-3 ചോദ്യങ്ങൾ, 19 ചോദ്യത്തിൽ 2-3 ചോദ്യങ്ങൾ ലെങ്തിയാണ്, ടഫാണ്, ശരിക്കും ടഫാണ്. അപ്പം ആദ്യത്തെ നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം വെച്ചാൽ അത് നോക്കാതെ അടുത്തേക്ക് പോകണം. വെറുതെ നോക്കുക, അടുത്തേക്ക് പോകാം. നിങ്ങളെപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങളെ കൊളത്തുന്നത്, അതിൽ നിങ്ങൾ പെട്ടുപോകരുത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബാക്കിയെല്ലാം, വളരെ സിമ്പിൾ. പക്ഷേ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ള കുറേ കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് ആ ടഫ് ക്വസ്റ്റ്യൻസിൽ പെട്ടുപോയി എന്നാണ് പറഞ്ഞത്. ഫിസിക്സിലും കെമിസ്ട്രിയിലും അങ്ങനെ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ റിവ്യൂ വായിച്ചത്. പക്ഷേ മാത്സിൽ ഇങ്ങനെയായിരുന്നു. മാത്സിൽ മോഡറേറ്റ് പേപ്പറല്ല, ഈസി പേപ്പറായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്താ വെച്ചാൽ 1-2 ചോദ്യം പതിവിലധികം ഖനമുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യങ്ങൾ നിങ്ങൾ അക്കാഡമിക് ഇൻട്രസ്റ്റിൽ മാത്രം ഇവിടെ പഠിച്ചാൽ മതി. അല്ലാതെ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് വേവലാതിപ്പെട്ടില്ല. ഞാൻ എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചോദ്യത്തിൻ്റെ കൺസെപ്റ്റ്സ് മനസ്സിലാക്കുക. പിന്നെ മാത്രമല്ല ഇതിൽ JEE മെയിൻസ് ലെവലിലുള്ള കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ക്ലബ് ചെയ്തിട്ടാണ് ചോദിച്ചത്, പുതിയ ചോദ്യമായിട്ട് ചോദിച്ചത്, മനോഹരമാക്കിയിട്ടാണ് ചോദിച്ചത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് JEE അഡ്വാൻസിൻ്റെ ഒരു പ്രോപ്പർട്ടി തന്നെ എപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. പൊതുവേ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നാണ് ഞാൻ പറയാം. നല്ല ചോദ്യങ്ങളായിരുന്നു. എങ്ങനെയൊക്കെ കൺസെപ്റ്റ്സ് ലിങ്ക് ചെയ്യാം, കൺസെപ്റ്റ്സ് ക്ലബ് ചെയ്യാം, അതൊക്കെ ഈ ചോദ്യ പേപ്പർ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാം. പിന്നെ ഇതുപോലെ നിങ്ങൾ പേപ്പർ 2 ഡിസ്കസ് ചെയ്യും. അതേപോലെ JEE മെയിൻസ് പേപ്പറും നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മാത്സും എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, റൈറ്റ്. കൺസിഡർ ദ ട്രയാങ്കിൾ. ഇതാണ് ചോദ്യം. ഒരു ട്രയാങ്കിൾ ഉണ്ട്. 2 വശങ്ങൾ എക്സാക്സിൻ്റെ മുകളിലും x + y + 1 = 0ൻ്റെ മുകളിലാണ് കിടക്കുന്നത്. ഓർത്തോ സെൻറ്റർ ഇസ് 1, 1. Then the equation of the circle passing through the vertices of the triangle. ആ ട്രയാങ്കിളിൻ്റെ വെർട്ടിസ് കൂടി പാസ് ചെയ്യുന്ന സർക്കിളിൻ്റെ പേരെന്താ? സർക്കം സർക്കിളാണ്. അപ്പോൾ ആ സർക്കം സർക്കിളിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചത്. എന്നാൽ അതിൽ ചോയ്സ് പറഞ്ഞിട്ടില്ല. ചോയ്സ് പറയാത്തതെന്ന് വെച്ചാൽ പിന്നെയും ആ ബോർഡ് ഫുള്ളാണ് ഉണ്ടാച്ചിട്ടാണ്. നിങ്ങൾ ബോർഡ് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് വേണം നോക്കാൻ. അപ്പോൾ ഇതിൽ ഞാൻ കൃത്യമായിട്ട് 2 വിധത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. കാരണം അത് നമുക്ക് അക്കാഡമിക് ഇൻട്രസ്റ്റ് കൂടി പ്രധാനമാണല്ലോ. ഞാൻ ഡ്രോൺ ടു സ്കെയിലല്ല, ഞാൻ സാധാരണ x ആക്സിസ് y ആക്സിസ് വരച്ചിട്ട് വരയ്ക്കുന്നില്ല. വെറുതെ എല്ലാ ഇതും വരയ്ക്കാം. എന്താണ്, ഒരു വശം x ആക്സ്. അപ്പോൾ ഇത് x ആക്സ് ആയിട്ട് വിചാരിച്ചോളൂ. ഇത് ഡ്രോൺ ടു സ്കെയിൽ അല്ല കേട്ടോ, x. ഇത് മെത്തേഡ് 1 ആണ്, ആദ്യത്തെ മെത്തേഡാണ്. 2 മെത്തേഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുക ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് x ആക്സിസ് ആണ് വിചാരിച്ചോളൂ. ഇത് x + y + 1 = 0 ആണെന്ന് വിചാരിക്കാം. x + y + 1 = 0 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പോയിന്റ് നമുക്ക് അറിയാം. ഈ പോയിന്റ് x ആക്സിസ് ആയതുകൊണ്ട് y കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൽ y 0 കൊടുത്താൽ x + 1 0 ആവും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -1 ആവും. ഒരു പോയിന്റ് കിട്ടി. പിന്നെ ഓർത്തോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ആൾട്ടിറ്റ്യൂഡ്സ് ആണ്. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ആൾട്ടിറ്റ്യൂഡ്സ് ആണ്. ആൾട്ടിറ്റ്യൂഡ്സ് നിങ്ങൾക്കറിയാം, എല്ലാ ആൾട്ടിറ്റ്യൂഡ്സും കൺകറൻ്റ് ആണ്. ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ ഓർത്തോ സെൻറ്റർ എന്ന് പറയും. അപ്പം ഇവിടുന്ന് വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡും ഇത് കൂടി പാസ് ചെയ്യും. അപ്പം ഇതും ആൾട്ടിറ്റ്യൂഡാണ്, ഇതും ആൾട്ടിറ്റ്യൂഡാണ്, ഇതും ആൾട്ടിറ്റ്യൂഡാണ്. അതായത് ഡ്രോൺ ഫ്രോം ദിസ്. അപ്പോൾ ഇത് പെർപെൻഡിക്കുലറാണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ് 1, 1 ആണ്. അപ്പോൾ ഈ പോയിന്റ്, അതായത് ഓർത്തോ സെൻറ്റർ 1, 1 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 1, 1 ആണെങ്കിൽ ഇത് x ആക്സിസ് അല്ലേ. x ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വരെയത് കേട്ടോ. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതെന്തായാലും y ആക്സിന് പാരലൽ ആയിരിക്കും. അതുകൊണ്ട് ഇതിൽ x കോർഡിനേറ്റ് 1 ആയിരിക്കും.
ഈ പോയിന്റിൻ്റെ ഈ വെർട്ടെക്സിൻ്റെ എക്സ് കോർഡിനേറ്റ് 1 ആയിരിക്കും. അപ്പോൾ ഇതിലെ എക്സ് കോർഡിനേറ്റ് 1 ആണെങ്കിൽ ഈ പോയിന്റ് ഇതിലുണ്ടല്ലോ. അപ്പോൾ എക്സിന് പകരം 1 കൊടുത്താൽ 1 + 1 + y ആണ് 0. അപ്പോൾ വൈയുടെ വാല്യൂ -2 ആണ്. പോയിന്റ് കിട്ടി, ആ പോയിന്റ് കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ പോയിന്റ് ആ സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം ഇത് കൂടിയാണല്ലോ പാസ് ചെയ്യണം. അപ്പോൾ ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ ഒന്നിലധികം ചോയ്സ് ഉണ്ട്. സിംഗിൾ ആൻസർ കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഓരോ സമയത്തും നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യണം. കാരണം ഈ പോയിന്റ് അതിൽ കൊടുക്കുക, വർക്ക് ചെയ്യുന്ന നോക്കുക, അതിൽ വർക്ക് ചെയ്യുന്ന ഒന്നിലധികം ചോയ്സ് ഉണ്ട്. ഇത് കൊടുക്കുക, അതിലും വർക്ക് ചെയ്യുന്ന ഒന്നിലധികം ചോയ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കാണാം, ഈ പോയിന്റ്. പിന്നെ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഈ പോയിന്റ് കാണാം. ഈ പോയിന്റ് എങ്ങനെയാണ് കാണാം? ഈ ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാവും. നോക്കൂ, ഈ ലൈൻ്റെ സ്ലോപ്പിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ ഈ ലൈൻ്റെ സ്ലോപ്പ്. അപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പ് എന്താ? ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ x കോർഡിനേറ്റ്. അപ്പോൾ 1/2 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? -2 ആണ്. ഇതിൻ്റെ സ്ലോപ്പ് -2 ആണ്. അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? y - y1 = m × x - x1. ഇതാണ് ഈ ലൈൻ്റെ ഇക്വേഷൻ. ഈ ലൈൻ എക്സ് ആക്സിന് കട്ട് ചെയ്യുന്ന പോയിൻ്റാണിത്. അപ്പോൾ എക്സ് ആക്സിന് കട്ട് ചെയ്യുന്ന പോയിൻ്റിൻ്റെ y കോർഡിനേറ്റ് എന്തായാലും 0 ആയിരിക്കും. അപ്പോൾ y = 0 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതിൽ y = 0 കൊടുത്താൽ എന്താ കിട്ടുക? 2 = -2 × x - 1. ഇപ്പോൾ 2 വെട്ടിപ്പോയാൽ -1 = x - 1 വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 എന്ന് വരും. അപ്പോൾ ഇത് 0 0 ആണ് പോയിന്റ്. അപ്പോൾ 3 വെർട്ടിസസ് ആയില്ലേ? 3 വെർട്ടിസസ് ആയി. ഈ 3 വെർട്ടിസസ് ആയാൽ 3 വെർട്ടിസസ് കൂടി പാസ് ചെയ്യുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാൻ നിങ്ങൾക്കൊരു ട്രഡീഷണൽ മെത്തേഡ്, ഞാനിത് ഡിസ്കസ് ചെയ്യുന്ന ട്രഡീഷണൽ മെത്തേഡാണ്, സാധാരണ മെത്തേഡ്. ലേശം സമയം അധികമാവുന്നേ ഉള്ളൂ, എന്നാലും നമ്മളത് പഠിച്ചോളൂ. ട്രഡീഷണൽ മെത്തേഡ്. അപ്പം 3 പോയിന്റ്സ് എന്തായാലും ഒരു ട്രയാങ്കിൾ ഡിറ്റർമിൻ ചെയ്യും. 3 പോയിന്റ്സ് കൂടി പാസ് ചെയ്യുന്ന സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ? നിങ്ങൾക്കറിയാലോ, x² + y² + 2gx + 2fy + c = 0 ആണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതിൽ 0 0 ഉള്ളതുകൊണ്ട് c ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇക്വേഷൻ എന്താണ്? x² + y² + 2gx + 2fy = 0. c ഉണ്ടാവില്ല. മാത്രമല്ല ഇതിൽ ചോയ്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ എയും ബിയും സിയും ഡിയിലും സി ചോയ്സിൽ കോൺസ്റ്റൻറ്റ് ടേം ഉണ്ട്. അപ്പോൾ എന്തായാലും സി ചോയ്സ് അല്ല, 0 0 ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി ഇതാണ് ഇക്വേഷൻ. നോക്കൂ, ഇനി 0 0 ഉള്ളതുകൊണ്ടാണ് സി 0 ആയത്. നോക്കൂ, -1 0 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? എക്സിന് പകരം -1 കൊടുക്കുക, 1. ഇത് 0 ആയി. ഇത് -2g ആയി. ഇത് ഉണ്ടാവില്ല, 2fx ആണ്, 2fy ആണ്. അപ്പോൾ y 0 ആയതുകൊണ്ട് ഇത് ഉണ്ടാവില്ല. അപ്പം -1 + 2g എന്താ? 0 ആണ്. അപ്പോൾ ജിയുടെ വാല്യൂ എന്താ? 1/2 അല്ലേ? അപ്പോൾ ജിയുടെ വാല്യൂ 1/2 ആണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വാട്ട് ഇസ് ദ ഇക്വേഷൻ? എന്തായിരിക്കും? x² + y² + x + 2fy = 0. ഇനി എഫ് കിട്ടിയാൽ പണി കഴിഞ്ഞു. ഈ എഫ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എഫ് കിട്ടില്ലേ? ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് കിട്ടാം? 1 + 4 + 1 - 4f = 0. അപ്പോൾ 4 1 5 1 6. അപ്പോൾ എഫിൻ്റെ വാല്യൂ എന്താ? 6 - 4f ആണ് 0 അല്ലേ? x² + y² + 2gx. ജിയുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ ജിയുടെ വാല്യൂ 1/2 വരുമ്പോൾ x + 2fy = 0. ഇനി ഈ 1 - 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 - 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -2 4 + 1 -yക്ക് പകരം -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ -4f = 0. അപ്പോൾ എന്ത് കിട്ടും? 6 - 4f = 0. അപ്പോൾ എഫിൻ്റെ വാല്യൂ എന്താ കിട്ടുക? f = what is the value of f? f = എന്ത് കിട്ടും? 3/2 അല്ലേ? 6/4 it is 3/2. അപ്പോൾ ആ എഫ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വാട്ട് ഇസ് ഇക്വേഷൻ? x² + y² ജിക്ക് പകരം 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക +x. എഫ് 3/2 ആണ്. ഇവിടെ 3/2 സബ്സ്റ്റിറ്റ്യൂട്ട് 3y = 0. ഇതാണ് ഓപ്ഷൻ സി ആണ്, അല്ല ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് x² + y² + x + 3y = 0. ഇതാണ് മെത്തേഡ് 1. ഇത് ട്രഡീഷണൽ മെത്തേഡാണ്. നമുക്ക് ഇതേ ചോദ്യം വേറൊരു മെത്തേഡിലും കൂടി, അത് വളരെ കൺസെപ്ച്വലാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെത്തേഡ് 2 വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. മെത്തേഡ് 2 എന്താ വെച്ചാൽ
ഒരു കാര്യമുള്ളത് ഈ ഒരു ട്രയാങ്കിളിലെ ഓർത്തോ സെൻറ്റർ, ഇതാണ് ഓർത്തോ സെൻറ്റർ, ദിസ് ഇസ് ഓർത്തോ സെൻറ്റർ, ഇത് H ഓർത്തോ സെൻറ്റർ ആണെങ്കിൽ ഇതിൻ്റെ സർക്കം സർക്കിൾ, ഇതാണ് സർക്കം സർക്കിൾ എങ്കിൽ, ഇതാണ് സർക്കം സർക്കിൾ എങ്കിൽ ഈ ഓർത്തോ സെൻറ്ററിൻ്റെ ഈ സൈഡിൻ്റെ ഇമേജ് ഇവിടെ കിടക്കും, ഈ സൈഡിൻ്റെ ഇമേജ് ഇവിടെ കിടക്കും, ഈ സൈഡിൻ്റെ ഇമേജ് ഇവിടെ കിടക്കും. അതായത് ഓർത്തോ സെൻറ്ററിൻ്റെ ഇമേജ് ഓൺ ദ റെസ്പെക്റ്റീവ് സൈഡ്സ് will lie on its circumcircle. The image, reflection, image of the orthocenter on the sides of a triangle lies on its circumcenter. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു എക്സ് ആക്സിസ് ആണ്, ഓർത്തോ സെൻറ്റർ ആണ്, ഓർത്തോ സെൻറ്റർ 1 1 ആണ്. അപ്പോൾ എക്സ് ആക്സിസ് ആണ് ഒരു വശം. അത് വളരെ സിമ്പിളാണ് ആ കൺസെപ്റ്റ്. അതാണ് ഈ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതല്ലെങ്കിൽ നമുക്ക് ട്രഡീഷണലി ചെയ്യാമായിരുന്നു. അതുകൊണ്ട് ഞാൻ മെത്തേഡ് 1 ചെയ്തത്. ഈ കൺസെപ്റ്റ് അറിയെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? 1 1 ആണ് ഓർത്തോ സെൻറ്റർ, എക്സ് ആക്സിസ് ആണ് ഒരു വശം, 2 വശങ്ങളുണ്ട്, x+y +1 = 0 വശമുണ്ട്. പക്ഷേ എക്സ് ആക്സിൻ്റെ റിഫ്ലക്ഷൻ ഒരു സെക്കൻഡ് കൊണ്ട് കിട്ടും. വാട്ട് ഇസ് ദ റിഫ്ലക്ഷൻ ഓഫ് 1 1 ഓൺ എക്സ് ആക്സിസ്? ഇറ്റ് ഈസ് 1 - 1. ഈ 1 - 1 ഉള്ള ചോയ്സ് ഒറ്റൊന്നേ ഉള്ളൂ. 1 - 1 നമ്മൾ പറഞ്ഞു കുറച്ച് മുമ്പേ ഇക്വേഷൻ ടു ദ സർക്കിൾ എന്തായിരുന്നു? x² + y² + x + 3y = 0 ആയിരുന്നു. ഇതായിരുന്നു ഓപ്ഷൻ സി, അല്ല ഓപ്ഷൻ ബി. ഇതായിരുന്നു ഓപ്ഷൻ ബി. നോക്കൂ, 1 - 1 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കൂ. 1 + 1 - 1 +1 -3 ഇത് 0 അല്ലേ? എക്സിന് പകരം 1 കൊടുത്താൽ ഈ 1 - 1 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ. അതായത് 1 1 ഓർത്തോ സെൻറ്റർ ആണ്, എക്സ് ആക്സിസിലെ റിഫ്ലക്ഷൻ 1 - 1 ആണ്. ഈ 1 - 1 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റ ചോയ്സേ ഉള്ളൂ. അതുകൊണ്ട് ആൻസർ ബി ആണ്. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ ആ ചോദ്യം ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റും ഇഫ് യു നോ ദിസ് കൺസെപ്റ്റ്. എന്താ കൺസെപ്റ്റ്? ഓർത്തോ സെൻറ്ററിൻ്റെ സൈഡിലുള്ള ഇമേജ്, ഏത് ട്രയാങ്കിളിലെയും ഓർത്തോ സെൻറ്ററിൻ്റെ സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിലുള്ള ഇമേജ് ആ ട്രയാങ്കിളിൻ്റെ സർക്കിളിൽ കിടക്കും. ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാം. പിന്നെ എന്താണ്, സമയം അത്ര വിഷയമല്ല, 19 ചോദ്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രഡീഷണൽ മെത്തേഡിലും ചെയ്യാം. അതുകൊണ്ട് ഞാൻ ട്രഡീഷണൽ മെത്തേഡിൽ ആദ്യം ചെയ്തത്, ആദ്യം 3 വേർട്ടസ് കണ്ടു, എന്നിട്ട് 3 വേർട്ടസ് കൂടി പാസ് ചെയ്യുന്ന സർക്കിൾ ഇക്വേഷൻ. അത് വളരെ സിമ്പിളായിരുന്നു. എന്താണെന്ന് വെച്ചാൽ 0 0 ഒരു വേർട്ടെക്സ് ആണല്ലോ, അപ്പോൾ സി ഉണ്ടാവില്ല. പിന്നെ 1 0 അല്ല, എക്സ് ആക്സിന് മുകളിൽ ഒരു പോയിന്റ് കൂടി ഉണ്ടല്ലോ, എന്താണ് -1 0 അല്ല, അതെ -1 0 ഒരു പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ -1 0 പോയിന്റ് ഉണ്ടെങ്കിൽ ഉടനെ ജി കിട്ടും. ജി കിട്ടിയാൽ എഫ് കിട്ടാനും വലിയ പ്രയാസമില്ല, അത്ര സമയം എടുക്കില്ല. അപ്പോൾ 3 പോയിന്റ്സ് കിട്ടി, 3 പോയിന്റ്സും എഫും ജിയും കിട്ടുന്ന ഇക്വേഷൻ കിട്ടി. അപ്പോൾ അത് വളരെ ഫുൾ പ്രൂഫാണ്, ട്രയൽ എറർ വേണ്ട. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രയൽ എറർ ആണ് ആ ചോദ്യത്തിൽ കേട്ടോ. ഓക്കെ, അപ്പം ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റിന് ഒരു ബ്യൂട്ടി ഉണ്ട്, അപ്പോൾ ആ ബ്യൂട്ടി ശ്രദ്ധിക്കുക നിങ്ങൾ കേട്ടോ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇത് JEE അഡ്വാൻസിനെ പറ്റിയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ചെയ്യാൻ പറ്റുന്ന കുറേ ചോദ്യങ്ങളുണ്ട്, പക്ഷേ ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളുമുണ്ട്. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റാത്ത ചോദ്യം വിടാനുള്ള മനസ്ഥിതി ഉണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിൾ പേപ്പറാണ്. എല്ലാ ചോദ്യവും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് വിടുക. കാണുമ്പോഴേ വിടാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് JEE അഡ്വാൻസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ക്വാളിഫൈ അല്ല, അത്യാവശ്യം നല്ല മാർക്ക് കിട്ടുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. JEE മെയിൻസിൻ്റെ ലെവലിനേക്കാൾ താഴെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ്, സാധാരണ JEE മെയിൻസ് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതും അതെ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നോക്കാം, ഏരിയ ഓഫ് ദ റീജിയൻ. നിങ്ങൾ ഇൻ്റഗ്രേഷനിലേക്ക് ഒന്നും പോകേണ്ടത്, കാരണം എന്താ, ഇതൊക്കെ ലീനിയറാണ് കേട്ടോ, ലീനിയറാണ്. അപ്പോൾ ഒരു പോളിഗണാണ്, ഉറപ്പാണ്. അപ്പോൾ നോക്കാം, ആദ്യം y ആക്സിസ് വരയ്ക്കുക, x ആക്സിസ് വരയ്ക്കുക, y ആക്സിസും x ആക്സിസും വരയ്ക്കുക. ഇനി y 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണ്. x 0-ന് 9/4, 9/4 ആണ് 2 പോയിന്റ് സംതിങ്. ഓക്കെ, ഇനി x = 3y, x = 3y പറഞ്ഞാൽ y = 1/3x ആണ്. അപ്പോൾ ഏകദേശം ഇങ്ങനൊരു വരെയാണ്. ദിസ് ഇസ് y = x = 3y അല്ലേ. അപ്പോൾ x > 3y ഇങ്ങനെ വരച്ചു. എന്തായാലും താഴേക്ക് വരയ്ക്കില്ല, കാരണം ഫസ്റ്റ് ക്വാർട്ടറിലേ ഉണ്ടാവുള്ളൂ. ഇനി ഇപ്പോൾ നോക്കൂ, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, 1 0 കൊടുത്താൽ 1 ബിഗർ ദാൻ ആണ്. അപ്പോൾ ഇങ്ങോട്ടാണ് റീജിയൻ. ഇനി ഇക്വാളിറ്റി ഇങ്ങോട്ടാണ്, ഇനി ഇക്വാളിറ്റി അല്ല, റീജിയൻ ഇങ്ങോട്ടാണ്, താഴേക്കാണ്. ഓക്കെ, വെറുതെ ഒരു ആരോ ഇടുക.
ഇനി എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്താ? ഇത് 1, ഇത് നമുക്ക് 1 ആയിട്ട് എടുക്കാം, ഇത് 2 ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഇസ് 1, ഇത് 1 അല്ലേ, അപ്പോൾ ഇത് 1, ഇത് 2. അപ്പോൾ ഇങ്ങനെയൊരു വരയാണ്. ദിസ് ഇസ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ആകുമ്പോൾ ഇതാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പറഞ്ഞാൽ മുകളിലേക്കാണ് എയർ റീജിയൻ ഇസ് അപ്പ്. പിന്നെ എന്താണ്? ഈ എക്സ് 0-ന് 9/4 ഇടയിലാണ്. അപ്പോൾ ഇത് 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ 9/4 ആണ്, 2 2.25 അപ്പോൾ ഇതാണ് 9/4 ഉള്ളത്. ഇവിടെയാണ് 9/4 ഉള്ളത് വെച്ചോളൂ. ദിസ് ഇസ് 9/4. അപ്പം ഇവിടെ നമുക്ക് എക്സ് ഈക്വൽസ് 9/4 ആകുമ്പോൾ ഇങ്ങനെ വരെ വരയ്ക്കാം 9/4. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് എക്സിന് പകരം 9/4 കൊടുത്താൽ 9/4 ആണ് 3y. അപ്പോൾ വൈയുടെ വാല്യൂ എത്രയാണ്? 3/4 ആണ്. അപ്പോൾ ഇതിനേക്കാൾ ലേശം താഴ്ന്നിട്ടാണ്. അപ്പോൾ ദിസ് ഇസ് 9/4 3/4. 9/4 ഇവിടെ 9/4 കൊടുത്താൽ 3/4 അല്ലേ? ഇവിടെ 3 കൊടുത്താൽ 3/4. അപ്പോൾ ദിസ് ഇസ് 3/4. അപ്പോൾ ഈ കോർഡിനേറ്റ് കിട്ടിയിരുന്നു. ഓക്കെ. ഇനി ഇവിടെ നിങ്ങളുടെ താഴേക്ക്, ഇവിടുന്ന് മുകളിലേക്ക്, ഇവിടെ നിങ്ങളുടേക്ക് 1 വരെ വരാൻ പാടില്ല. അല്ല, y ഈസ് ഗോയിങ് അപ് ടു 1. y ഈസ് ഗോയിങ് അപ് ടു 1 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫുൾ വരും. അപ്പോൾ 3/4 ആയതുകൊണ്ട് എന്താണ്? 3/4 1-യേക്കാൾ താഴെയാണ്. അപ്പോൾ ഈ റീജിയൻ മൊത്തമായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ക്വാഡ്രിലാറ്ററലാണ് കണ്ടോ. 1 2 3 4 സൈഡിൽ ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ എല്ലാ പോയിന്റും നമുക്കറിയാം. ഈ പോയിന്റ് നമുക്കറിയാം. ഈ പോയിന്റ് എന്താ? y കോർഡിനേറ്റ് 0 ആണ്. y കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് x കോർഡിനേറ്റ് 2 ആണ് അല്ലേ? 2,0 ആണ്. കാരണം എക്സ് പ്ലസ് വൈ ഇസ് 2 ആണ് ഈ വര. ഇനി ഇതുമായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് വേണമെങ്കിൽ കണ്ടോളൂ. അതാണ് നല്ലത്. ഈ പോയിന്റ് രണ്ടും കൂടി കട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സ് പ്ലസ് വൈ ഈസ് 2ഉം ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് 2ഉം എക്സ് ഈക്വൽ ടു 3y. അപ്പോൾ 3y പ്ലസ് വൈ ഈസ് 2. അപ്പോൾ 4y 2 ആവും. അപ്പോൾ വൈയുടെ വാല്യൂ 1/2 ആവും. വൈയുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ 1/2 ആണെങ്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 - 1/2 അപ്പോൾ 3/2 വരും. അപ്പോൾ 3/2 ഈ 4 വെർട്ടിസസ് കിട്ടി. 4 വെർട്ടിസസ്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾക്കറിയാം. ഇത് 9/4 എക്സ് 9/4 അല്ലേ? അപ്പോൾ 9/4 0 അല്ലേ ഈ പോയിന്റ്. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ കാണാൻ പറ്റും. ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക? യു ക്യാൻ യൂസ് ദിസ് ഫോർമുല. എന്താ പറയുക? ജനറൽ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇതിൽ ഏറ്റവും സൗകര്യമുള്ള പോയിന്റ് 2 ആണ്. 2 പിന്നെ 9/4 0 അങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കണം. പിന്നെ 9/4 നമുക്ക് ഇൻ്റഗ്രേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇവിടെ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3/2 1/2 എന്നിട്ട് വീണ്ടും 2 എഴുതാം. എന്നിട്ട് സിഗ്സാഗ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് നമ്മൾ എൻസൈഡഡ് പോളിഗണിൻ്റെ വെർട്ടിസസ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിഗ്സാഗ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 0 0 ദിസ് ഇൻറ്റു ദിസ് എത്രയാണ്? 27/16 ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇറ്റ് ഇസ് 9/8 അല്ലേ? 9/8 ഇത് 0 ആണ്. ഈ 9/8 വേണമെങ്കിൽ നമുക്ക് 18/16 എഴുതിക്കൊള്ളൂ. നമ്മുടെ സൗകര്യമല്ലേ, എളുപ്പമല്ലേ ആഡ് ചെയ്യാൻ. ഇനി ഇങ്ങോട്ട് ഇത് ആഡ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 18/16 എഴുതാം. ഇത് സിക്സാഗ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് 0 ഇങ്ങനെ സിക്സാഗ് ആയിട്ട് വരും. 0 ഇത് 0 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3/4 3/2 അപ്പോൾ എത്ര? 9/8 അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9/8 9/8 വേണമെങ്കിൽ 18/16 എഴുതാം. കാരണം ആഡ് ചെയ്യാൻ എളുപ്പത്തിനാണ്. പിന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം യു ഗെറ്റ് 1 വരും. അപ്പോൾ ഇത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും 27 18 എത്രയാണ്? 45. അപ്പോൾ 45/16 അല്ലേ? അങ്ങനെയല്ലേ കിട്ടുക? 45/16. ഇത് 18/16 1 അപ്പോൾ എത്രയാണ്? 18 16 എത്രയാണ്? 34/16 സബ്ട്രാക്ട് ചെയ്യുക. അതായത് ഇത് S1 ഇത് S2 ആണ്. വാട്ട് ഇസ് ഏരിയ? ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഹാഫ് S1 ഡിഫറൻസ് S2. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇറ്റ് ഇസ് ഹാഫ് S1 വലുതെന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്താണ്. 45 34 സബ്ട്രാക്ട് ചെയ്യുക. 45 34 സബ്ട്രാക്ട് ചെയ്താൽ 11 അല്ലേ? 11/16 ഇസിക്കൽ ടു 11/32. അപ്പോൾ 11/32 ഇതിൻ്റെ ഉത്തരം. അപ്പോൾ എന്താ എൻ്റെ ഉത്തരം? 11/32 ചോയ്സ് ഉണ്ടോ? ഉണ്ട്. എ ഈസ് ആൻസർ. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കോൺഫിഡൻസിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ഉണ്ട്. അപ്പോൾ അത് ചൂസ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി അല്ലേ? റൈറ്റ്. ഇത് മൂന്നാമത്തെ ചോദ്യം. ഇത് പ്രോബബിലിറ്റിയിലൊരു ചോദ്യമാണ്.
ഇതൊരു അത്യാവശ്യം നല്ല ചോദ്യമാണ്. ഞാൻ അടുത്ത കാലത്തൊന്നും JEE അഡ്വാൻസ് പേപ്പറിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം. കാരണം ആദ്യത്തെ റൗണ്ടിൽ ഇത് എന്തായാലും ചെയ്യരുത്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വരാൻ സാധിക്കുമെങ്കിൽ ആ ചോദ്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ, കാരണം ചില ചോദ്യങ്ങൾ ഉണ്ടാവണം നിങ്ങളെ കൊത്തി വലിക്കുന്ന സമയം അങ്ങോട്ട് പോയി കിട്ടും നന്നായിട്ട്. അതുകൊണ്ട് ഈ ചോദ്യം അങ്ങനത്തെ ആ രീതിയിലുള്ള ചോദ്യമാണ്. വളരെ കോംപ്രിഹെൻഷൻ തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യമാണ്. ഒന്നുകൂടി നോക്കാം. കൺസിഡർ 3 സെറ്റ്സ് E1, F1 ആൻഡ് G. 3 സെറ്റ്സ് ഉണ്ട്. ഇതിൽ നിന്ന് 2 എലമെൻറ്റ്സ് ചൂസ് ചെയ്തു. 2 എലമെൻറ്റ്സ് ആർ ചൂസൺ ഫ്രം ദിസ് സെറ്റ്. കണ്ടോ, 2 എലമെൻറ്റ്സ് ചൂസൺ അറ്റ് റാൻഡം വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. അതായത് എടുത്തിട്ട് പിന്നെ അതിൽ തന്നെ വെക്കാതെ 2 എടുക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ 1ഉം 2ഉം എടുക്കാം, അല്ലെങ്കിൽ 2ഉം 3ഉം എടുക്കാം, അല്ലെങ്കിൽ 1ഉം 3ഉം എടുക്കാം, അല്ലേ? 1ഉം 3ഉം എടുക്കലും 3ഉം 1ഉം എടുക്കലും ഒന്ന് തന്നെയാണ്. അപ്പോൾ 2 എലമെൻറ്റ് എടുക്കുക, വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ 1ഉം 2ഉം എടുത്തെങ്കിൽ 3 ബാക്കി ഉണ്ടാവും, 2ഉം 3ഉം എടുത്തെങ്കിൽ 1 ബാക്കി ഉണ്ടാവും, ആൻഡ് സോ ഓൺ ഫ്രം ദ സെറ്റ് E1. എന്നിട്ട് ലെറ്റ് S1 ഡിനോട്ട്സ് സെറ്റ് ഓഫ് ഓൾ ദീസ് ചൂസൺ എലമെൻറ്റ്സ്. അപ്പോൾ S1 എന്തൊക്കെ ഉണ്ടാവാം? S1ൽ 1 2 ഉണ്ടാവാം, 2 3 ഉണ്ടാവാം, 1 3 ഉണ്ടാവാം. ലെറ്റ് E2 ഈക്വൽസ്, അപ്പോൾ അതിൽ നിന്ന് E2 ഉണ്ടാക്കി ആ S1 റിമൂവ് ചെയ്തിട്ടുള്ള E1. അപ്പം S1 എന്ന് പറയുന്നത് 1 2 ആണെങ്കിൽ E2 എന്തായിരിക്കും? 3 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ S1 എന്ന് പറയുന്നത് 2 3 ആണെങ്കിൽ E2 എന്തായിരിക്കും? 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് E2 ഈസ് ടേക്കൺ ഇൻ സച്ച് എ മാനർ സോ ദാറ്റ് E2 ഈസ് എലമെൻറ്റ്സ് ഇൻ E2 ഇൻ E1 ബട്ട് നോട്ട് ഇൻ S1. അപ്പം S1ൽ E1ലുള്ളതും S1ൽ ഇല്ലാത്തതുമായിട്ടുള്ള ആൾക്കാരാണ് E2. ഇനി നമ്മൾ F2 എന്ന് സാധനം, എന്നിട്ട് ഇതായിട്ട് ഈ F2 ഇതിലേക്ക് ഈ നമ്പർ, അതായത് ഇതിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു. അതാ സംഭവം. F1 യൂണിയൻ S1. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ആൾക്കാർ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു F1. കേട്ടോ, F2 ഈസ് F1 യൂണിയൻ S1. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 എടുത്തു, ഇതിൽ നിന്ന് 2 എടുത്തു. 2 എലമെൻറ്റ്സ് ആർ ചൂസൺ അറ്റ് റാൻഡം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ദ സെറ്റ് F2. ഇതിന്ന് എടുത്തു, അതായത് ഈ സെറ്റ് എടുത്തു. ഇതിന്ന് 2 എടുത്തിട്ട് ഇതിന്ന് 2 ഇട്ടതിൻ്റെ ശേഷം ഇതിൽ നിന്ന് 2 ആൾക്കാരെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിൻ്റെ ഉള്ളിൽ ഇട്ടു. അപ്പോൾ G2 എന്ന സാധനം ഉണ്ടായി. എന്താ G2 ഈക്വൽസ് G1 യൂണിയൻ S. അത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് 2 എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു, എന്നിട്ട് ഇതിൽ നിന്ന് 2 എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു. പിന്നെയോ എന്നിട്ടോ ഫൈനലി 2 എലമെൻറ്റ്സ് ആർ ചൂസൺ അറ്റ് റാൻഡം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഫ്രം G2. അതായത് ഇതിന്ന് 2 ഇതിലേക്ക് എടുത്തിട്ടു, ഇതിന്ന് 2 ഇതിലേക്ക് എടുത്തിട്ടു, പിന്നെ ഇതിൽ നിന്ന് 2 ഇതിലേക്ക് എടുത്തിട്ടു. അങ്ങനെയാണ്. And finally 2 elements are chosen at random from replacement G2 and S3 be those elements and E3 is E2 into union S3. അതായത് നമ്മൾ ഒരു സെറ്റ് ഉണ്ടാക്കി E2 യൂണിയൻ S3. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഇതിലേക്ക് എടുത്തിട്ടു, ഇതിൽ നിന്ന് 2 ഇതിലേക്ക് എടുത്തിട്ടു, പിന്നെ ഇതിൽ നിന്ന് ഇതിലേക്ക് 2 എടുത്ത് കിട്ടും. അതാണ് നമ്മളെ E3, E2 യൂണിയൻ S3. Given that E1ഉം E3ഉം ഈക്വൽ ആണെങ്കിൽ P എന്താണെന്ന ചോദ്യം. വളരെ അടിപൊളി ചോദ്യമാണ്. നമ്മൾ പണ്ട് ഒരു ചോദ്യം ചെയ്ത് ഓർമ്മയുണ്ടോ? ഒരു കൊട്ടയിൽ നിന്ന് കുറച്ച് കൊട്ടകളുണ്ട്, ഇതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു, ഇതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു, എന്നിട്ട് ഇതിൽ നിന്നൊരു ബോൾ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം ഇട്ട ബോൾ വെള്ളയാവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ ബേസ് തിയറം. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് ബേസ് തിയറം ചോദ്യമാണ്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് ഇതാണ്. അതായത് കണ്ടോ, കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. ഗിവൺ ദാറ്റ് E ഈക്വൽസ് E3. ഇതിൽ നിന്ന് എടുത്തിട്ടിട്ട് ആ E1ഉം E3ഉം ഒന്നാണെങ്കിൽ, അവസാനം എടുത്തിട്ടുള്ള സെറ്റ് E3 തന്നെയാണെങ്കിൽ, E1ഉം E3ഉം ഈക്വൽ ആണെങ്കിൽ, ദെൻ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ് എടുത്ത സാധനം 1 2 ആവാനുള്ള സാധ്യത എന്താണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ദ ഇവൻറ്റ്. അപ്പോൾ ഇതിന്ന് എടുത്ത സാധനം 1 2 ആവാനുള്ള സാധ്യത എന്താണ്? ഇതാണ് ചോദ്യം. ഇതിന്ന് എടുത്ത സാധ്യം 1. അപ്പോൾ ആദ്യം കണ്ടീഷണൽ ആ പ്രോബ്ലം മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം. എന്താ പ്രോബ്ലത്തിൻ്റെ നക്ഷയിൽ? ഇതിന്ന് 2 എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു, ഇതിന്ന് 2 എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു, ഇതിൻ്റെ 2 എടുത്ത് ഇതിലേക്ക് ഇടുമ്പം ഇട്ടാൽ കിട്ടുന്ന വാല്യൂ ഇത് തന്നെയാണെങ്കിൽ, E1 തന്നെയാണെങ്കിൽ, E3 E1 തന്നെയാണെങ്കിൽ, ഇതിന്ന് ആദ്യം എടുത്ത സാധനം 1 2 ആവാനുള്ള സാധ്യത എന്താണ്? ഇതാണ് ചോദ്യം. ദാറ്റ് ഈസ് കണ്ടീഷൻ. ദാറ്റ് ഈസ് എ ക്രക്സ് ഓഫ് ദിസ് പ്രോബ്ലം. ഓക്കെ, ടഫ് പ്രോബ്ലമാണ്, പക്ഷേ അങ്ങനെയാണ് ആ പ്രോബ്ലത്തിന് കാണുന്നത്. അപ്പം നമുക്ക് ബേസ് തിയറത്തിലേക്ക് കണക്ട് ചെയ്യാം. എന്താ ബേസ് തിയറം പറയുന്നത്? H1 H2 H3 കുറേ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ഉണ്ടാവുക, E എന്നുള്ള അവസാനത്തെ ഇവൻ്റ് ഉണ്ടാവുക, അല്ലേ? അപ്പം നമുക്കൊരു കാര്യം പറയാം. വാട്ട് ഈസ് അവസാനം സംഭവിച്ച ഇവൻ്റ് എന്താ? സേ E. എന്താ E എന്നുള്ള ഇവൻ്റ്?
ബേസ് തിയറം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ചോദിക്കുന്നത്. ബേസ് തിയറം ഓർമ്മിക്കാം. ഈ എന്നുള്ള വേണ്ട എന്താ? S1 is equal to 1, 2. S1 equals 1, 2. And E പറഞ്ഞാൽ given that E1 equals E3, what is the probability that it is S1 is this? അപ്പോൾ ഓൾറെഡി സംഭവിച്ച ഇതാണ് E1 equals E3. ഇതാണ് ഓൾറെഡി സംഭവിച്ചത്. ഇനി what is H1, H2, H3? H1 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം? 3 മുച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ് ഉണ്ടാവുക. എന്താണ്? ഇതിനുള്ളിൽ നിന്ന് 2 ആൾക്കാരെ എടുക്കുന്നത്. ആദ്യം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ആൾക്കാരെ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ആൾക്കാരെ എടുക്കുമെന്ന് 1, 2നെ പിക്ക് ചെയ്യാം. 2 ആൾക്കാരെ ചൂസ് ചെയ്യുമല്ലോ. അപ്പോൾ 1, 2 ആവാം പിക്ക് ചെയ്ത്, അല്ലെങ്കിൽ 2, 3 ആവാം പിക്ക് ചെയ്ത്, അല്ലെങ്കിൽ 1, 3 ആവാം പിക്ക് ചെയ്ത്. അപ്പോൾ എന്താ? H1 1, 2 picked taken from E1. പിന്നെയോ 2, 3 picked from E1. And H3 is 1, 3 picked from E1. എന്താ ചോദ്യം? What is the chance of, എന്താ ചോദ്യം? Given that E1 equals E3, what is the chance that S1 is 1, 2? 1, 2 പിക്ക് ചെയ്തിരിക്കാനുള്ള സാധ്യത എന്താണെന്ന് ചോദ്യം. ആ ചോദ്യം എന്താ? P of H1 given E. അതായത് E1 E3 ആയാൽ H1 ആവാനുള്ള സാധ്യത എന്താണ്? ആണ് ഓൾറെഡി E1ഉം E3യും ഈക്വൽ ആണെങ്കിൽ H1 ആവാനുള്ള സാധ്യത, അതായത് ആദ്യം എടുത്ത സാധനം 1, 2 ആവാനുള്ള സാധ്യത എന്താണ്? നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ട്. എന്താ? ബേസ് തിയറം പഠിച്ചിട്ടുണ്ട്. ഇതെന്താ വാല്യൂ? ഇറ്റ് ഇസ് P of E given H1 into P of H1 divided by P of H1 E given H1 into P of H1 divided by, in the base theorem, P of E given H1 into P of H1 plus P of E given H2 into P of H2 plus P of E given H3 into P of E given H3 into P of H3. ആദ്യം ഇത് ബേസ് തിയറം ആണെന്ന് മനസ്സിലാക്കുക. E എന്നുള്ള ഇവന്റ് ഡിഫൈൻ ചെയ്യുക, H1, H2, H3 ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് ബേസ് തിയറം ഇതാണ് കാണേണ്ടത്. P of H1 given E ആണ് കാണേണ്ടത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ഒരു കാര്യമുണ്ട്. വാട്ട് ഇസ് P of H1, P of H2, P of H3? ഇതിനൊന്ന് 3 ആൾക്കാരെ ചൂസ് ചെയ്യണം. വാട്ട് ഇസ് P of 1, 2 ആവാം, 2, 3 ആവാം, 1, 3 ആവാം. അപ്പോൾ P of H1ന്റെ സാധ്യത എന്താ? 1/3 ആണ്. ആകെ 3 കേസേ ഉള്ളൂ. ഇതൊക്കെ മുച്വലി എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവും ആണ്. അപ്പോൾ ഇതിൻ്റെ സാധ്യതയും ഇതിൻ്റെ സാധ്യതയും ഒക്കെ തുല്യമാണ്. അപ്പോൾ എന്താണ്? എക്സോസ്റ്റീവ് ആണ്. അപ്പോൾ ഇത് 1/3 ആവണ്ടേ? അപ്പോൾ ഇത് 1/3 ആണ്. ഇതിൻ്റെ വാല്യൂ 1/3 ആണ്. ഇതിൻ്റെ വാല്യൂ 1/3 ആണ്. ഇതിൻ്റെ വാല്യൂ 1/3 ആണ്. ഇതിൻ്റെ വാല്യൂ 1/3 ആണ്. അപ്പോൾ 1/3 മുകളിലും താഴെ ഉള്ളതുകൊണ്ട് ക്യാൻസൽ ആവും. അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ നമ്മളെ പ്രോബ്ലം ഇത്രയായിട്ട് ചുരുങ്ങി. ഈ P of E given H1ഉം P of E given H2ഉം P of E given H3യും കാണണം. അത്രയും. നൗ ആദ്യത്തെ ഇനിയാണ് ചോദ്യം തുടങ്ങുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി തുടങ്ങുന്നത് ശ്രദ്ധിക്കണം. P of E given H1. ആദ്യത്തെ വാട്ട് ഈസ് P of E given H1? എന്താ P of E given H1 എന്ന് പറഞ്ഞാൽ? H1 സംഭവിച്ചിട്ട് E സംഭവിക്കാനുള്ള സാധ്യത. H1 സംഭവിച്ചിട്ട് E സംഭവിക്കാനുള്ള സാധ്യത. അപ്പോൾ H1 സംഭവിക്കാമെന്ന് എന്താ? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 1, 2 ആണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 1, 2 എടുത്തു. നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന്ന് 1, 2 എടുത്തു, ഇതിലേക്ക് ഇട്ടു. അപ്പോൾ ഇതിൽ എത്രയായി? ഈ സെറ്റ് എന്തായി? ഈ സെറ്റ് 1, 2, 3, 4 ആണ്. ഇതിന്ന് 1, 2 എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടാൽ 1, 3, 4 ആണെന്ന് ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത് 1, 2, 3, 4 ആയി. ഇത് എന്തോ ഒരു സെറ്റാണ് വെച്ചോളൂ. 1, 2, 3, 4 ഇതിൻ്റെ ഉള്ളിട്ടു. കാരണം ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കും നമ്മൾ. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റലി ആലോചിച്ചാൽ മതി. ഇതിന്ന് 2 എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു. ഇതിന്ന് 2 എടുത്തിരുന്ന ആരാ? ഏതാ എടുത്തിരുന്നത്? 1, 2 ആണ് എടുത്തിരുന്നത്. കാരണം ഈ ആണ് ഓൾറെഡി സംഭവിച്ചത്. അപ്പോൾ ഈ ഓൾറെഡി സംഭവിച്ചു പറഞ്ഞാൽ എന്താ? അല്ല ഈ അല്ല P of H1 അല്ല E given H1. അപ്പോൾ H1 ആണ് ഓൾറെഡി സംഭവിച്ചത്. അപ്പോൾ H1 ഓൾറെഡി സംഭവിച്ചു പറഞ്ഞാൽ 1, 2 ആണ് സംഭവിച്ചത്. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് 1, 2 ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലെന്താവും? 1, 3, 4 becomes 1, 2, 3, 4. അപ്പോൾ ഈ 1, 2, 3, 4 2 ചൂസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടാം.
ഇതിന്ന് രണ്ടെണ്ണം ചൂസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് രണ്ടെണ്ണം ചൂസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതിലേക്ക് ഇടുമ്പം ഇതിന് മാറ്റം ഉണ്ടാവാതിരിക്കണം. മനസ്സിലായോ? അപ്പം ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ഇടൽ എങ്ങനെയാവാം? അപ്പോൾ ഇതിൽ നോക്കൂ, 1 2 3 4 5 ആണ്. അപ്പോൾ എന്തായാലും അവിടുന്ന് എടുത്തിടുന്ന ആൾ ഇതിൽ നിന്ന് ഇപ്പോൾ 1 2 എടുത്തെങ്കിൽ ഇത് 3 ഉണ്ടാവുക. ഇതിൽ നിന്ന് 1 2 എടുത്തെങ്കിൽ ഇതിൽ 3 ഉണ്ടാവുക. ശ്രദ്ധിക്കണേ നന്നായിട്ട്. ഇതിൽ നിന്ന് 1 2 എടുത്തെങ്കിൽ E1 ആരാ ഉണ്ടാവുക? കണ്ടോ, E1 ഈക്വൽസ് നോക്കൂ കണ്ടോ, E1 ഈക്വൽസ് E2 ഈക്വൽസ് E1 മൈനസ് S1. അതായത് ബാക്കി 3 മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ. അപ്പോൾ ഇതിൽ നിന്ന് 1 2 എടുത്താൽ ഇത് 3 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് 1 2 എടുത്താൽ ഇതിൽ കൊണ്ടിടേണ്ടത് ആരൊക്കെയാണ്? 1 2 കൊണ്ടിടണം. അപ്പം ഇതിൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു, ഇതിൽ നിന്ന് രണ്ടെണ്ണം ഇതിലേക്ക് ഇട്ടു, ഇതിൽ നിന്ന് രണ്ടെണ്ണം എടുത്ത് ഇതിലെടുക്കുമ്പം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, 1 2 തീർച്ചയായിട്ടും ഇതിൽ കൊണ്ടിടാൻ ഉണ്ടാവണം. എന്നാലേ E1 E3 ഈക്വൽ ആവുള്ളൂ. എന്നാലേ ആ 2 സെറ്റ്സും ഈക്വൽ ആവുള്ളൂ. കാരണം E1 E3 ഈക്വൽ ആവുക വേണ്ടത് അല്ലേ? E1 E3 ഈക്വൽ ആവുക വേണ്ടത്. അപ്പം നോക്കുക, ആദ്യം രണ്ടെണ്ണം ഇതിലേക്ക് എടുത്തിട്ടു. അപ്പം 1 2 ആണ് എടുത്തിട്ടത്. അപ്പോൾ 1 2 3 4 ആയി. ഇതിൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു. അപ്പോൾ രണ്ടെണ്ണം എടുത്ത് ഇതിലേക്ക് ഇടുമ്പം ഇതിൽ നിർബന്ധമായിട്ടും വേണ്ടതാരാ? കണ്ടോ, 2 ഓൾറെഡി ഉണ്ട്. ഇതിൽ നിർബന്ധമായിട്ടും വേണ്ടത് ഏതാ? 1 ഉണ്ടാവണം. നിർബന്ധമായിട്ടും 1 ഉണ്ടാവണം. ഇതിലേക്ക് എടുത്തിടുമ്പം 1 ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ 1 ഉണ്ടായിരിക്കണം. അപ്പോൾ 1 ഉണ്ടായിരിക്കണമെങ്കിൽ എന്തായിരിക്കണം എടുത്തിടേണ്ടത്? 1 2 ആവാം, 1 3 ആവാം, 1 4 ആവാം. അപ്പോൾ ഇതിലാകെ നോക്കൂ, ഇതിൽ നിന്ന് രണ്ടെണ്ണം ചൂസ് ചെയ്താൽ എത്ര കേസ് ഉണ്ടാവും? ഇതിൽ നിന്ന് രണ്ടെണ്ണം ചൂസ് ചെയ്താൽ ആകെ 6 കേസ് ഉണ്ടാവും. 4C2 കേസസ്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടെണ്ണം, അതിൽ അനുകൂല സാഹചര്യം ഏതാണ്? 1 ഉണ്ടാവണം. 1 ഉണ്ടാവണം. അപ്പോൾ എന്താവണം? 1 2 ആവാം, 1 3 ആവാം, 1 4 ആവാം. 1 2 ആവാം, 1 3 ആവാം, 1 4 ആവാം. അപ്പോൾ 3/6 അല്ലേ? ഇതിന്ന് അങ്ങോട്ടേക്ക് എടുത്തിടുമ്പം ഉള്ള കേസിൽ 1 ഉണ്ടാവാനുള്ള സാധ്യത 3/6 അല്ലേ? കാരണം മൊത്തം 6 കേസ്, അതിൽ 1 ഉണ്ടാവാനുള്ള സാധ്യത എത്രയാണ്? 1 2 1 3 1 4 3/6. ഇനി ഇതിൽ 1 വന്നു. അപ്പോൾ ഇതിൽ 1 വന്നപ്പോൾ സെറ്റ് എന്തായി? 1 2 3 4 5 ആണ്. 1 2 3 4 5 ആണ് ആ സെറ്റ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് ഇടുമ്പോൾ എന്താവണം? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിടുമ്പോൾ ഇതിലേക്ക് ഇടുമ്പോൾ എന്താവണം? ഇതിൽ ഓൾറെഡി എത്രയേ ഉള്ളൂ? 1 2 ആണ് എടുത്തത്, 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 2 ഉണ്ടാവണം. 1 2 ഉണ്ടാവണം. അപ്പോൾ 1 2 ഉണ്ടാവണമെങ്കിൽ എന്താവണം? ഈ 1 2 മാത്രം ഇട്ടാൽ പോരെ. നോക്കൂ, 1 2 മാത്രം അതിലിട്ടാൽ പോരെ. കാരണം ഇതിനുള്ളിൽ നിന്ന് രണ്ടെണ്ണം ചൂസ് ചെയ്യണം. രണ്ടെണ്ണം എങ്ങനെ ചൂസ് ചെയ്യാം? 1 2 ആവാം, 2 3 ആവാം, 3 4 ആവാം, 4 5 ആവാം, 3 5 ആവാം. അങ്ങനെ കുറേ എണ്ണം കേസ് ഉണ്ടാവും. 5 കേസ് ഉണ്ടെങ്കിൽ 5C2 കേസ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ കേസ് എത്രയായിരിക്കും? 5C2 10. അതിൽ എത്ര അനുകൂല സാഹചര്യം ഉണ്ടാവണം? ഏതായാലും ഇതിൽ 1ഉം 2ഉം പോയില്ലേ? അപ്പോൾ 3 മാത്രമല്ലേ ഉള്ളൂ, ബാക്കിയുള്ളൂ. അപ്പോൾ എന്ത് കൊണ്ടിടണം? E1ഉം എടുത്തിടുന്ന സാധനം ഈക്വൽ ആവണമെങ്കിൽ, E1ഉം E3യും ഈക്വൽ ആവണമെങ്കിൽ 1ഉം 2ഉം ഉൾപ്പെടണം. അപ്പോൾ എന്താവണം? 1ഉം 2 ഉണ്ടാവണം. 1ഉം 2 ഉണ്ടാവണം. ഈ 1 2 ഉണ്ടാവണം. അപ്പോൾ എത്രയാണ്? ആകെ 5C2 കേസിൽ ഒറ്റ അനുകൂല സാഹചര്യമേ ഉള്ളൂ, ഒറ്റ കേസ്. അപ്പോൾ ദിസ് ഇസ് 3/6 × 1/10. ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, വളരെ സിമ്പിളാണിത്. പക്ഷേ കുറച്ച് ശ്രദ്ധിക്കണം, അതാണ് ഇതിലെ കുഴപ്പം. P of E given X2. എന്താ E given X2 നോക്കാം. അപ്പോൾ നമ്മളിത് കണ്ടു. ഇനി ഇത് കാണണം, ഇത് കാണണം, അത്രയേ ഉള്ളൂ. വാട്ട് ഇസ് P of E given X2? E given X2 പറഞ്ഞാൽ X2 സംഭവിച്ചിട്ട് E സംഭവിക്കാനുള്ള സാധ്യത എന്താ? X2 സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇത് സംഭവിക്കുക അല്ലേ? 2 3. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കുന്ന ആൾ 2 3 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ശ്രദ്ധിക്കാം. അടുത്ത നമുക്ക് ഇത് മായ്ച്ച് കളയാം, ഇത് മായ്ച്ച് കളയാം. കാരണം അങ്ങനെയാണല്ലോ പ്രൊസീജിയർ. നിങ്ങൾ അതിൻ്റെ ക്രക്സ് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ എടുക്കുന്നത്? 2 3 ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 2 3 എടുക്കുമ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 1 മാത്രമേ ഉണ്ടാവുള്ളൂ. 1 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് 2 3 എടുത്തിട്ട് ഇതിലിട്ടു. അപ്പോൾ ഇതെന്തായി? ഈ സെറ്റ് 1 2 3 4 ആയി. ശ്രദ്ധിക്കണം, ഇതിൽ 2 3 എടുത്താൽ ഇതിൽ ബാക്കി 1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൊണ്ടിടേണ്ടത് അവിടെ പോയിട്ട് ഇതിന്ന് 2 എടുത്തിട്ടു, ഇതിന്ന് 2 അങ്ങോട്ടേക്ക് എടുത്തിട്ടു, അവിടെ നിന്ന് 2 ഇതിലേക്ക് ഇടുമ്പം ശ്രദ്ധിക്കേണ്ടത് എന്താ കൊണ്ടിടേണ്ടത്? 2 3 ആണ് കൊണ്ടിടേണ്ടത്. 2 3 മാത്രമേ കൊണ്ടിടാൻ പാടുള്ളൂ. ഓക്കെ, നൗ സ്റ്റാർട്ട്. അപ്പോൾ ഇതിന്ന് 2 എടുത്തിട്ടു. ഏത് 2 എടുത്തിരുന്നത്? 2 3 ആണ്. 2 3 ഈസ് പിക്ഡ് ഫ്രം E1 ആൻഡ് ട്രാൻസ്ഫർ ടു F1. അപ്പോൾ ഇത് 2 3 എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു. അപ്പോൾ എന്താവും? 1 2 3 4 5 1 2 3 4 ആയില്ലേ? 1 2 3 4 ആയി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇടണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ, ഇവിടെ നിന്ന് 2 3 എടുത്താൽ ഇവിടെ 1 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇവിടെ 1 മാത്രമേ ബാക്കി. അപ്പം 1 മാത്രമേ അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. 1 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ആരൊക്കെ കൊണ്ടിടണം?
2നെയും 3നെയും കൊണ്ടിടണം. 1 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതിൽ 2നെയും 3നെയും കൊണ്ടിടണം അല്ലേ? ഓക്കെ. അപ്പം ഇതിൽ നിന്ന് 2 എണ്ണം ഇതിലേക്ക് ഇട്ടാൽ, ഇതിൽ നിന്ന് 2 എണ്ണം അതിലേക്ക് ഇട്ടാൽ കണ്ടോ, 2നെയും 3നെയും മാത്രം കൊണ്ടിട്ടാൽ മതി. ശ്രദ്ധിക്കണേ, ഇതിന്ന് 2 3 ഇതിന്ന് 2 3 ഇതിലേക്ക് ഇട്ടാൽ, ഇതിന്ന് 2 3 ഇതിലേക്ക് ഇട്ടാൽ ഇവിടെ 1 ബാക്കി ഉണ്ടാവും. അപ്പോൾ 2 3 ഇതിലേക്ക് ഇട്ടാൽ 1 2 3 4 ആവും. അപ്പോൾ ഇതിൽ നിന്ന് 2 എണ്ണം ഇതിലേക്ക് ഇട്ടാൽ ഈ 2 3 4 ആണ് എടുത്തിട്ടതെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താ, 2 3നെ കൊണ്ടിട്ടാൽ മതി. 1 അടക്കമുള്ള ആളിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ 2 സന്ദർഭങ്ങൾ വരും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, ഇതിന്ന് 2 ആൾക്കാർ 2 3 ഇവിടെ വെച്ചിട്ട് 2 3 ഇവിടെ വെച്ച് 2 3നെയാണ് അങ്ങോട്ട് ഇടുന്നത്. അപ്പോൾ ഇത് 1 2 3 4 5 1 2 3 4 ആയി. അപ്പോൾ 2 സന്ദർഭങ്ങൾ വരും. എന്തൊക്കെ 2 സന്ദർഭം? നമുക്ക് ഇതിന്ന് 2 എണ്ണം അങ്ങനെ ഇടാം. അപ്പോൾ ഇത് ഈ 2 3 4, കാരണം ഇതിൽ ഓൾറെഡി 1 ഉണ്ടല്ലോ, ഇതിൽ 2 3 4 5 ഉണ്ടല്ലോ. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് കൊണ്ടിടുന്ന സാധനം 2 3 4 ആണെങ്കിൽ 2 3 4 5 ഉണ്ടാവുള്ളൂ അല്ലേ? ഇതിൽ 1 2 ഇടുകയാണെങ്കിലോ 1 2 3 4 5 ഉണ്ടാവും. അപ്പോൾ നമ്മൾ P of E given x2 ആണ് എടുക്കുന്നത്. x2 സംഭവിച്ചിട്ട് ഈ സംഭവിക്കാനുള്ള സാധ്യത കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇതിന്ന് 2 എണ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇടുമ്പം കണ്ടോ, ഇതിന്ന് 2 എണ്ണം എടുത്തിട്ട് ഇടുമ്പം 2 സന്ദർഭങ്ങൾ വരും. ഇതിന്ന് 2 എണ്ണം എടുത്തിട്ട് ഇതിന്ന് ഏതാ 2 സാധനം എടുത്തിരുന്ന h2 ആകുമ്പോൾ 2 3 ആണ് എടുത്തിരുന്നത്. അപ്പോൾ ഇതിന്ന് 2 3 ഇടുമ്പം എന്തായാലും ഇത് 1 2 3 4 ആവും. അപ്പോൾ ഇതിൽ 1 2 3 4 ആകുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. വളരെ അതിന് മുകളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. 1 2 3 4 ഒന്നുകിൽ ഇങ്ങനെയാവാം സെറ്റ്, ഇതിന്ന് 2 എണ്ണം എടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാവാം. അതായത് 1 2 3, കാരണം ഈ സാധനമായാലും ഈ സാധനമായാലും ഇതിന്ന് 2 എണ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടാൽ 2 3 തന്നെ വരുള്ളൂ. കാരണം ഇതിന്ന് 2 3 എടുക്കുമ്പോൾ ഇതിൽ 1 ഓൾറെഡി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന്ന് 2 എണ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടാലും 1 2 3 വരും. ഈ 1ഉം ഈ 3ഉം ഈക്വലാവും. അതേപോലെ ഇതിന്ന് 2 എണ്ണം എടുത്തിട്ടാലും, അപ്പോൾ ഇത് അതിന്ന് 2 എണ്ണം എടുത്തിടുമ്പോൾ തീർച്ചയായിട്ടും 2 3 ഉണ്ടാവണമെന്ന് മാത്രം. ഓക്കെ, അതാണ് അതിൽ പിടുത്തം. ആ ചോദ്യത്തിന് പിടുത്തം അതാണ്. ഇനി നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് 2 എണ്ണം ഇതിലേക്ക് എടുത്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരാം, ഇതിൽ നിന്ന് 2 എണ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഇടാം, ഇങ്ങനെ വരാം. അപ്പോൾ ഇതിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പം ഈ സെറ്റ് വരാനുള്ള സാധ്യത എന്താ നോക്കാം. ഇത് നോക്കൂ, ഇതിലാകെ 4 ആൾക്കാരാണുള്ളത്. അപ്പോൾ ഇതിന്ന് ഇതിലേക്ക് ഈ സെറ്റ് വരണമെങ്കിൽ എന്താവണം, 1 ഉൾപ്പെടാത്ത സാധനം വേണം. അപ്പോൾ 2 3 ആവാം, 3 4 ആവാം, 2 4 ആവാം. അപ്പോഴല്ലേ ഈ സാധനം വരിക അല്ലേ? അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 2 എണ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടാൽ ഈ സെറ്റ് വരണമെങ്കിൽ എന്താവണം, എടുത്തിട്ടുള്ള സാധനം എന്താവണം, ഒന്നുകിൽ 2 3 ആവണം, അല്ലെങ്കിൽ 3 4 ആവണം, അല്ലെങ്കിൽ 2 4 ആവണം. അപ്പോൾ വാട്ട് ഇസ് ദ ചാൻസ്? അപ്പോൾ ഇതിലാകെ 6 കേസാണ്. 4C2 കേസ്. 6 കേസിൽ ഇതിന്ന് 2 എണ്ണം ഈ സെറ്റ് വരണമെങ്കിൽ 2 3 ആവാം, 3 4 ആവാം, 2 4 ആവാം. അപ്പോൾ 3 കേസ്. 3/6 ഇൻറ്റു 3/6 ഇൻറ്റു ഇതിനുള്ളിൽ നിന്ന് 2 എണ്ണം എടുത്തിട്ട് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതിലാകെ 1 ഉള്ളൂ. കാരണം 2 3 ആണ് എടുക്കുന്നത്. നോക്കൂ, 2 3 ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ 1 ഉള്ളൂ. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് ഇതിലേക്ക് എടുത്തിടുമ്പം എന്തുണ്ടാവണം, 2 3 ഉണ്ടാവണം. എന്നാലേ ഈ 1ഉം ഈ 3ഉം ഈക്വലാവുള്ളൂ. അപ്പോൾ ഇതിന്ന് 2 3 വരണമെങ്കിൽ, ഇതിന്ന് 2 3 ഇതിലേക്ക് വരണമെങ്കിൽ ഇതിലാകെ എത്ര ആൾക്കാരുണ്ട്? 4 ആൾക്കാരുണ്ട്. 4 ആൾക്കാരുണ്ടെങ്കിൽ ടോട്ടൽ കേസ് 6. അതിൽ 2 കേസ് ഉണ്ടാവും, ഒറ്റ കേസ് ഉണ്ടാവുള്ളൂ. ഏതാ? 2 3 മാത്രം അല്ലേ? 2 3 ആവാം, 2 4 ആവാം, 2 5 ആവാം, 3 4 ആവാം, 3 4 ആവാം, അങ്ങനെ കുറേ എണ്ണമാവും. അപ്പോൾ അതിൽ 2 3 ഇതിൽ പെടണം, നല്ല ഈ 1ഉം ഈ 3ഉം ഈക്വലാവുള്ളൂ. അപ്പോൾ 1 കേസ്, 2 3 മാത്രം. പ്ലസ് കണ്ടോ, ഓർ. ഈ ഓറിനാണ് നമ്മൾ പ്ലസ് ചെയ്യുന്നത്. പ്ലസ് പിന്നെയോ ഇവിടുന്ന് ഇതിലേക്ക് എടുത്തിടുമ്പം 1 പെടാം. അപ്പോഴല്ലേ ഇത് വരിക. ഇതിന്ന് ഇതിലേക്ക് എടുത്തിടുന്ന 2 ആൾക്കാരിൽ 1 പെട്ടാലാണ് 1 2 3 4 5 ആവാം. ഈ സെറ്റ് 1 2 3 4 5 ആവാം. അപ്പോൾ ഇതിൽ 1 പെടാനുള്ള സാധ്യത എന്താ? മൊത്തം 6 കേസ്. കാരണം 4 കേസല്ലേ, 4 ആൾക്കാരിൽ 2 ആൾക്കാർ ചൂസ് ചെയ്യുമ്പോൾ 4C2 കേസസ്, 6 കേസസ്. അതിൽ 1 പെടണമെങ്കിൽ എന്താവണം? 1 2 ആവണം, 1 3 ആവണം, 1 4 ആവണം. 1 2 1 3 1 4 3 കേസ് ഇൻറ്റു. ഇനി ഇതാണ് സെറ്റെങ്കിൽ ഇതിന്ന് 2 എണ്ണം ഇതിലേക്ക് എടുത്തിട്ടാൽ ഇത് ഈ 1ഉം ഈ 3ഉം ഈക്വൽ ആവണം. അപ്പോൾ ഈ 1ഉം ഈ 3ഉം ഈക്വൽ ആവണേ എന്താവണം? ഇവിടെ 1 ഓൾറെഡി ഉണ്ട്. എന്ത് വേണം? 2 3 പെടണം അല്ലേ? 2 3 ഉണ്ടാവണം. അപ്പോൾ 2 3 ഉണ്ടാവണമെങ്കിൽ നോക്കൂ, ഇതിൽ ആകെ എത്ര കേസുണ്ട്? 1 2 3 4 5. 5 കേസിൽ നിന്ന് 2 കേസ് ചൂസ് ചെയ്യണം. വെക്കാൻ വേണ്ടിയാണ് 5C2 കേസസ്. അപ്പോൾ 10 കേസ് ഉണ്ടാവും. അതിൽ അനുകൂല സാഹചര്യം എന്താ? 2 3 മാത്രം. കാരണം ഓൾറെഡി ഇവിടെ 1 ഉണ്ട്. 2 3 ആണല്ലോ പിക്ക് ചെയ്ത്. അപ്പോൾ ബാക്കി 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്ത് വരണം? 2 3 വരണം. അപ്പോൾ 1 കേസ്.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തത്, വാട്ട് ഈസ് പി ഓഫ് ഇ ഗിവൺ H3? വാട്ട് ഈസ് പി ഓഫ് ഇ ഗിവൺ H3? എന്തായിരിക്കും? H3 സംഭവിച്ചിട്ട് E സംഭവിക്കാനുള്ള സാധ്യത. എന്താ H3 സംഭവിക്കുക പറഞ്ഞാൽ 1,3 ആണ് എടുത്തതെങ്കിൽ എടുത്തിട്ടുള്ള ആൾ ഇതിൻ്റെ ആവാനുള്ള സാധ്യത അല്ലേ? അപ്പോൾ 1,3 ആണ് എടുക്കുന്നത്, ഇന്ന് 1,3 ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മായ്ച്ചു കളയാം. കഴിഞ്ഞ പ്രോബ്ലത്തിലെ സാധനം ഇത് മായ്ച്ചു കളയാം. ഇനി ഇതിൽ നിന്ന് 1,3 ആണ് എടുക്കുന്നത്. H3 ഹാസ് ഓൾറെഡി ഹാപ്പൻ. അപ്പോൾ ഇതിൽ നിന്ന് 1,3 ആണ് ചൂസ് ചെയ്തത്. 1,3 ചൂസ് ചെയ്താൽ ബാക്കി എന്തുണ്ടാവും? 2 ഉണ്ടാവും. അപ്പോൾ 1,3 ഇതിലേക്ക് എടുത്തിട്ടാൽ ഇത് 1,3,4 തന്നെയാവും. അപ്പോൾ 1,3 ഇതിൽ നിന്ന് എടുത്താൽ ബാക്കി 2 മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. വാട്ട് റിമെയിൻസ് ഇൻ E1 is 2 ഓൺലി. അപ്പോൾ 2 ആണെങ്കിൽ ഇതിന്ന് 2 ഇതിലേക്ക് എടുത്തിട്ടിട്ട് ഇതിന്ന് 2 എടുത്തിടുമ്പം ആരുണ്ടാവണം? 1ഉം 3ഉം പെടണം. നല്ലല്ലേ E1ഉം E3ഉം ഈക്വൽ ആവുള്ളൂ. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ 1, 3, 4 ഇതിനുള്ളിൽ നിന്ന് അപ്പോൾ ഇവിടെ 1ഉം 3 ആണ് പോയത് കേട്ടോ. 1ഉം 3ഉം ആണ് പോയത്. അപ്പോൾ ഇവിടെ 2 ബാക്കിയുണ്ട്. 2 മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ വരേണ്ട ആൾക്കാരിൽ ആര് വേണം? 1 വേണം. 1ഉം വേണം, 3ഉം വേണം. 1ഉം 3ഉം വേണം. അപ്പം ഇതിൽ നിന്ന് 2 ആൾക്കാരെ അങ്ങോട്ട് എടുക്കും. ഇതിൽ നിന്ന് 2 ആൾക്കാരെ അങ്ങോട്ട് ഇട്ടാൽ കേട്ടോ ഇവിടെ 1, 2, 3, 4, 5 ഉണ്ട്. അപ്പോൾ 1ഉം വേണം, 3ഉം വേണം. ഇവിടെ 3 ഓൾറെഡി ഉള്ളതുകൊണ്ട് എന്തുണ്ടായാൽ മതി? 1 ഉണ്ടായാൽ മതി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 1 ഉണ്ടാവണം, നിർബന്ധമാണ്. ഇവിടുന്ന് അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 1 ഉണ്ടാവണം. അപ്പോൾ അത് 1, 2, 3, 4, 5 ആവും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 1 കാരണം 1 ഇല്ലാതെ 3, 4 മാത്രം എടുത്തിട്ട് കാര്യമില്ല. കാരണം എന്താ? 1 പെടണം എന്തായാലും. 1 അല്ല എന്താണ്, അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് 1ഉം 3, 4ൽ 2 ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ 3ഉം 4ഉം മടങ്ങി വരണം, നല്ലത് നടക്കുള്ളൂ. അപ്പോൾ ഇതിൽ 1 എന്തായാലും ഇതിൽ പെടണം. അപ്പോൾ ഇതിൽ 1 എടുത്തിടുമ്പം എന്താ വരാം? ഇതിൽ എത്ര കേസ് ഉണ്ട്? ഹൗ മെനി വേസ് യു ക്യാൻ പുട്ട് 1 ഹിയർ? 1, 3, 4 ഉണ്ട്. അപ്പോൾ വാട്ട് ഇസ് ദ ടോട്ടൽ കേസ്? ഇതിൽ ആകെ 3 കേസാണ് ഉള്ളത്. അതിൽ 1 പെടണം. 1 പെടണമെങ്കിൽ എന്താണ്? 1, 3 ആവാം, 1, 4 ആവാം. 2 കേസ്, 2/3 ഇൻ 2. പിന്നെ 1 ആണ് ഇതിൽ എടുത്തിട്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങടേക്ക് ഇടുമ്പോൾ എത്ര വേണം? എന്ത് വേണം? 1ഉം 3 അല്ലേ പോയത്? 1ഉം 3ഉം ആണ് പോയത്. H3 പറഞ്ഞാൽ 1, 3 ആണ്. അപ്പോൾ 1ഉം 3ഉം പോയി. അപ്പം 1ഉം 3ഉം പെടണം. ഇവിടെ 2 മാത്രമേ ഉള്ളൂ. 1ഉം 3ഉം പെടണം. അപ്പോൾ 1, 3 പെടണം. 1, 3 പെടണം. നല്ല വർക്ക് ചെയ്യണം. അപ്പോൾ 1, 3 പെടണമെങ്കിൽ ടോട്ടൽ കേസ് എത്രയാണ്? 10 കേസസ്. അതിൽ 1, 3 പെടണമെങ്കിൽ ഒറ്റ കേസ്. അത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ആയി. ഓക്കെ, ഇത് ഞാൻ സിംപ്ലിഫൈ ചെയ്തതാണ്. അത് നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇതിൻ്റെ വാല്യൂ 3/60 ആണ്. ഇതിൻ്റെ വാല്യൂ 8/60 ആണ്. ഇതിൻ്റെ വാല്യൂ 4/60 ആണ്. 3/30 അല്ലെങ്കിൽ 4/60. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/15, 1/5. ഇതൊരു അടിപൊളി ചോദ്യമാണ്. ഞാൻ അടുത്ത കാലത്തൊന്നും JE അഡ്വാൻസിന് ഇങ്ങനത്തെ ഒരു ചോദ്യം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് വിടേണ്ട ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഒന്നും കൂടി രണ്ടാമതും ഒന്ന് നോക്കുക. കാരണം അത് കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ചോദ്യം പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, 4ാമത്തെ ചോദ്യം നോക്കാം. ഇതൊരു കോംപ്ലക്സ് നമ്പേഴ്സിലെ ചോദ്യമാണ്. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. പക്ഷേ അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാവണമെന്ന് മാത്രം. നോക്കൂ, θ1, θ2, θ10 10 ആംഗിൾസ് ആണ്. ഇൻ റേഡിയൻസിലുള്ള 10 ആംഗിൾസ് ആണ്. കൂട്ടിയ 2π ആണ്. അതായത് പൂർണ്ണമായിട്ടുള്ള 1 കംപ്ലീറ്റ് റൊട്ടേഷൻ. Z1 എന്ന് പറയുന്നത് e⁻θ1 ആണ്. നോക്കൂ, ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ Z1 e⁻θ1 ആണെങ്കിൽ Z1 is a complex number. ഇത് ഓയിലേഴ്സ് ഫോർമുലയാണ്. Z1 is a complex number with magnitude 1 and amplitude θ1 ആണ്. പിന്നെ ZK ഇങ്ങനെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ZK ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ വാട്ട് വിൽ ബി Z1? Z2 എന്തായിരിക്കും? ഇവിടെ Kക്ക് പകരം 2 കൊടുക്കുക. but Z1 e⁻I⁻1. what will be Z3? Z2 e⁻I⁻2 അല്ലേ? 2 ഇത് θ3 ആൻഡ് സോ ഓൺ അല്ലേ? അങ്ങനെ പോകും. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇതിൻ്റെ മോഡുലസും 1 ആണ്. ഇതിൻ്റെ മോഡുലസ് എന്താ? മോഡ് Z2 is മോഡ് ഓഫ് ദിസ് ഇൻറ്റു മോഡ് ഓഫ് ദിസ്. ഇതിൻ്റെ മോഡുലസ് എന്താ? 1 ആണ്. കാരണം e⁻I⁻θ പറഞ്ഞാൽ cos θ പ്ലസ് I sin θ ആണ്. റൂട്ട് ഓഫ് cos സ്ക്വയർ പ്ലസ് sin സ്ക്വയർ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് എന്താ? മോഡ് Z1 ഓൾറെഡി 1 ആണ്. കാരണം Z-ൻ്റെ മോഡുലസ് 1 ആണ്. അപ്പോൾ Z2ൻ്റെയും Z1ൻ്റെയും Z3ൻ്റെയും Z4ൻ്റെയും Z10ൻ്റെയും ഒക്കെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. മാത്രമല്ല അതിൻ്റെ ഒറിജിനുള്ള ദൂരം, കാരണം ഇത് Z1 cos θ പ്ലസ് I sin θ ആണ്. ഒറിജിനുള്ള ദൂരം മോഡുലസ് 1 ആയതുകൊണ്ട് ഒറിജിനുള്ള ദൂരം 1 ആണ്. അതുകൊണ്ട് എല്ലാ Z1ഉം Z2ഉം Z3യും, അതാണ് ഇതിലെ കൺസെപ്റ്റ്.
Z1 Z2 Z3 Z4 etc. Z10 ഒക്കെ it lies on a circle. അതായത് ഇതാണ് Z1 എങ്കിൽ ഇതാണ് Z1 ഇത് x ആക്സിസ് ആണെങ്കിൽ ഈ ആംഗിൾ ആണ് θ1 വരിക. ഇതാണ് θ1 വരിക. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. Z2 പറഞ്ഞാൽ എന്താണ്? Z2 വേറൊരു ലൈനാണ്. ഇതാണ് Z2 വെച്ചോളൂ. ഇതാണ് Z2. Z2ൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. പിന്നെ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് Z2? ഇതാണ് θ2. അല്ല, Z2ൻ്റെ ആംപ്ലിറ്റ്യൂഡ് θ2 ആണ്. θ2 ആണ് അല്ലേ? Z2ൻ്റെ ആംപ്ലിറ്റ്യൂഡ് θ2 ആണ് ആൻഡ് സോ ഓൺ. റൈറ്റ്. അപ്പം നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി എല്ലാറ്റിനെയും അപ്പം നോക്കൂ ഈ ലെങ്ത്ത്. അപ്പോൾ Z1 Z2 ദിസ് ഇസ് Z3 ദിസ് ഇസ് Z4 എക്സെട്ര ദിസ് ഇസ് Z10. ഇവിടെ Z10 ഉണ്ടാവും. ദിസ് ഇസ് Z10 ദിസ് ഇസ് Z9. അപ്പം മോഡുലസ് ഓഫ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, സിമ്പിളാണിത്. മോഡുലസ് ഓഫ് Z1 Z2 മൈനസ് Z1 എന്താ അർത്ഥം? Z2 നിന്ന് Z1ലേക്കുള്ള ദൂരം. മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 പറഞ്ഞാൽ ദൂരം ബിറ്റ്വീൻ Z1 ആൻഡ് Z2 ആണ്. അപ്പോൾ Z1 Z2 തമ്മിലുള്ള ദൂരമാണിത്. ഇത് Z2 Z3 തമ്മിലുള്ള ദൂരം, Z3 Z4 തമ്മിലുള്ള ദൂരം, Z4 Z5 തമ്മിലുള്ള ദൂരം എക്സെട്ര. എങ്ങനെ കുറേ എണ്ണം ഉണ്ടാവും. Z10 Z9 തമ്മിലുള്ള ദൂരം, പിന്നെ Z10 Z1 ദൂരം. കണ്ടോ കംപ്ലീറ്റ് റൊട്ടേഷൻ ആയില്ലേ? നോക്കി ഇതൊക്കെ അല്ലേ Z1 മൈനസ് Z2 കേട്ടോ, Z9 മൈനസ് Z10 Z1 മൈനസ് Z10. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ റേഡിയസ് 1 ആയതുകൊണ്ട് ഇതിൻ്റെ പെരിമീറ്ററിനേക്കാൾ കുറവായിരിക്കില്ലേ ഈ പോളിഗണിൻ്റെ പെരിമീറ്റർ? കാരണം ഇത് സ്ട്രെയിറ്റ് ആണല്ലോ, ഇത് കുറച്ച് വളഞ്ഞിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് പെരിമീറ്ററിനേക്കാൾ കുറവായിരിക്കും ഇതിൻ്റെ പോളിഗണിൻ്റെ പെരിമീറ്റർ. ഇത് പോളിഗണിൻ്റെ പെരിമീറ്ററാണ്. കാരണം ഈ ദൂരം പ്ലസ് ഈ ദൂരം പ്ലസ് ഈ ദൂരം പ്ലസ് ഈ ദൂരം പ്ലസ് ഈ ദൂരം ഒക്കെ എന്താ പോളിഗൺ. അത് കൂട്ടി എന്താ കിട്ടുക? പോളിഗണിൻ്റെ പെരിമീറ്റർ കിട്ടുക. ആ 10 ഡെക്കഗണ്ട് 10 സൈഡ് പോളിഗൺ അത്. അപ്പോൾ ആ ഡെക്കഗണിൻ്റെ പെരിമീറ്ററാണ് ഈ ഇടത്ത് ഭാഗം. വലത്ത് ഭാഗം എന്താ? 2π എന്നാണ് പറഞ്ഞത്. ആക്ച്വലി പെരിമീറ്റർ എന്താ? 2πr അല്ലേ? ഇവിടെ R1 അല്ലേ? R1 ആണ്. കാരണം മോഡുലസ് ഓഫ് Z1 1 ആണ്. യൂണിറ്റ് സർക്കിളാണ്. അപ്പം എല്ലാറ്റിൻ്റെയും മാഗ്നിറ്റ്യൂഡ് 1 ആയതുകൊണ്ട് ഇതിൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും? 2π. അതുകൊണ്ട് the perimeter of the decagon is always less than or equal to the perimeter of the circumcircle of the decagon. അപ്പോൾ ഇവിടെ perimeter is 2π. ആക്ച്വലി സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയിരിക്കും അത്. കാരണം എന്തായാലും ഇത് സ്ട്രെയിറ്റ് അല്ലേ, സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയിരിക്കും. പക്ഷേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറഞ്ഞത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണല്ലോ, അതുകൊണ്ട് ഇത് ശരിയാണ്, പി ശരിയാണ്. മനസ്സിലായോ? അപ്പം പെരിമീറ്റർ, അതായത് പെരിമീറ്റർ ഓഫ് decagon is less than or equal to perimeter of circle. ഇതാണ് കൺസെപ്റ്റ്. വളരെ സിമ്പിളാണ്. ആ ജോമെട്രി നിങ്ങൾക്ക് മനസ്സിലായാൽ ഇത് സിമ്പിളാണ്. രണ്ടാമത്തെ കാര്യം നോക്കൂ. അപ്പോൾ പി ശരിയാണ്. രണ്ടാമത്തെ കാര്യം നോക്കൂ, ഇത് Z1 ആണെങ്കിൽ ഇത് ഒറിജിൻ ആണല്ലോ. അപ്പോൾ നേരെ താഴെയുള്ള സാധനം ഇത് മൈനസ് Z1 അല്ലേ? Z1 മൈനസ് Z2. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ Z1 സ്ക്വയർ മൈനസ് Z2 സ്ക്വയർ മാത്രം എടുക്കാം. Z1 സ്ക്വയർ അല്ലെങ്കിൽ Z2 സ്ക്വയർ മൈനസ് Z1 സ്ക്വയർ മോഡുലസ്. ബാക്കിയുള്ളതൊക്കെ അതേപോലെ വർക്ക് ചെയ്യും. അത് നമുക്ക് മോഡുലസ് ഓഫ് Z2 മൈനസ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2 പ്ലസ് Z1 എന്ന് പറഞ്ഞൂടെ പറയാം. എന്താ കാരണം A മൈനസ് ബി ഇൻറ്റു A പ്ലസ് ബി പറയാം. അപ്പോൾ മോഡുലസ് ഓഫ് Z1 Z2 ഇസ് മോഡുലസ് ഓഫ് Z1 ഇൻറ്റു മോഡുലസ് ഓഫ് Z2. അപ്പോൾ ഇങ്ങനെ പറയാം. അപ്പോൾ അതേപോലെ ഇതൊക്കെ അങ്ങനെ പറയാം, എല്ലാം അങ്ങനെ പറയാം. അപ്പം ഈ മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 എന്ന് പറഞ്ഞാൽ എന്താ? Z1 നിന്ന് മൈനസ് Z2ലേക്കുള്ള ദൂരം അല്ലേ? അപ്പോൾ ഇത് മൈനസ് Z1 ആണ്. ദിസ് ഇസ് മൈനസ് Z1. അപ്പോൾ Z1 നിന്ന് Z2ലേക്കുള്ള ദൂരം നോക്കൂ, ഇതാണ് Z2. അപ്പോൾ ഈ ദൂരമാണ് എന്താ? ഈ ദൂരമാണ് Z2 മൈനസ് Z1. അപ്പോൾ ഈ ലെങ്താണ് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2. അപ്പോൾ ഈ ദൂരം എന്തായാലും ഡയമീറ്ററിനേക്കാൾ കുറവായിരിക്കും. മനസ്സിലാവുണ്ടോ? ഡയമീറ്റർ പറഞ്ഞാൽ ഇതാണ്, ഇത് ഡയമീറ്ററാണ്. Z1 മൈനസ് Z1 തമ്മിലുള്ള ദൂരം 2 ആണ്. പക്ഷേ മൈനസ് Z1 Z2 തമ്മിലുള്ള ദൂരം എന്തായാലും അത് കോഡാണ്, ഡയമീറ്റർ അല്ല, സെൻറ്റർ കൂടി പാസ് ചെയ്യില്ല. അതെന്തായാലും കുറവായിരിക്കും. അതായത് ഈ വാല്യൂ എന്തായാലും, അതായത് മോഡുലസ് ഓഫ് Z2 പ്ലസ് Z1 വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 2. സ്ട്രിക്ട്ലി ലെസ് ദാൻ 2 ആയിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ല, ലെസ് ദാൻ 2 ആയിരിക്കും. അതുകൊണ്ട് ഇതെന്തായിരിക്കും? ലെസ് ദാൻ 2 ഇൻറ്റു മോഡുലസ് ഓഫ് Z2 മൈനസ് Z1 ആയിരിക്കും. അതായത് ഈ സാധനം ദിസ് വിൽ ബി ലെസ് ദാൻ ട്വൈസ് ഓഫ്
മോഡ് Z2 മൈനസ് Z1. അപ്പോൾ അതേപോലെ ഇതെന്തായിരിക്കും പ്ലസ്. അപ്പോൾ ഇതെന്തായിരിക്കും, യു ക്യാൻ സീ ദാറ്റ് this will be less than twice of mod Z2 minus Z1 plus mod Z3 minus Z2 plus etc plus mod Z1 minus Z2 അല്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, ലെസ് ദാൻ 2π ആണ്. അപ്പോൾ ലെസ് ദാൻ 2 into 2π ഇറ്റ് ഈസ് ഈക്വൽ ടു 4π. ഇത് ആക്ച്വലി സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ് കേട്ടോ. ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു നിങ്ങൾ വെറുതെ കൺഫ്യൂസ് ചെയ്യാൻ തന്നാണ്. സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. അപ്പോൾ ക്യൂവും ശരിയാണ്, അപ്പോൾ പിയും ശരിയാണ്, ക്യൂവും ശരിയാണ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. ജോമെട്രി അറിയെങ്കിൽ സിമ്പിളാണ്.